Hello, welcome to Learnino. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് കേരള PSC അതിൽ വരുന്ന നെറ്റ്വർക്കിങ്ങിലെ OSI മോഡലാണ്. ഓക്കെ, സോ OSI മോഡൽ എന്താണ്? OSI മോഡൽ സ്റ്റാൻഡ്സ് ഫോർ ഓപ്പൺ സിസ്റ്റംസ് ഇന്റർകണക്ഷൻ. ഇറ്റ്സ് എൻ ISO സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇറ്റ്സ് എ 7 ലെയർ ആർക്കിടെക്ചർ ആൻഡ് ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോം ആണ് APSTN DP. അതിൽ ഏതൊക്കെ ലെയേഴ്സിൽ ഏതൊക്കെ വരുന്നു എന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ 7 ലെയർ സ്ട്രക്ചർ ആണ്. അപ്പർ 3 ലെയേഴ്സിനെ നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്നാണ്. ഓക്കെ, ആൻഡ് ദ ലോവർ 3 ലെയേഴ്സിനെ നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ ലെയർ. ആൻഡ് നടുക്കിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിനെ നമ്മൾ പറയുന്നത് ഹാർട്ട് ഓഫ് OSI ലെയർ എന്നാണ്. സോ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഹാർട്ട് ഓഫ് OSI ലെയർ ഏതാണ്? ദ ആൻസർ ഇസ് ട്രാൻസ്പോർട്ട് ലെയർ. അതുപോലെ തന്നെ നമുക്ക് 3 ലെയേഴ്സ് തന്നിട്ട് ഇതിന്ന് പിക്ക് ഔട്ട് ദ ഓഡ് വൺ. ഓക്കെ, അപ്പോൾ 3 സോഫ്റ്റ്വെയർ ലെയറിൽ നിന്നും ഒരെണ്ണം ഹാർഡ്വെയർ ലെയറിൽ നിന്നും തരും. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ സോഫ്റ്റ്വെയർ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ. ആൻഡ് ഹാർഡ്വെയർ ലെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ ആൻഡ് ഫിസിക്കൽ ലെയർ. ഓക്കെ, ഫിസിക്കൽ ലെയറിൽ ബിറ്റ് ഫോർമാറ്റിലായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇറ്റ്സ് എ ലോവസ്റ്റ് ലെയർ ഓഫ് ദ OSI റെഫറൻസ് മോഡൽ ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഡിവിജ്വൽ ബിറ്റ്സ് ഫ്രം വൺ നോഡ് ടു അനദർ. Then main functions are bit synchronization, bit rate control, physical topologies. ഏതൊക്കെയാണ് physical topologies? Star, mesh, ring, ഇതെല്ലാം physical topologies ആണ്. Then different transmission modes. Mainly physical layerൽ വരുന്ന devices ഏതൊക്കെയാണ്? So next is physical layer. എന്താണ് physical layer? എന്തൊക്കെയാണ് അതിലെ main functions ഒക്കെ നോക്കാം. Physical layer actually deals with bit format and it is the lowest layer of the OSI reference model. It's for transmitting individual bits from one node to another, and the main functions are bit synchronization, bit rate control, physical topologies like star, mesh, ring, then different transmission modes. And the main devices dealing with physical layer are hub, repeater, modem, cables, etc. Next is data layer. Data layer or data link layer is responsible for the node to node delivery. Data link layer is again subdivided into logical link control and media access control. The packet received from the network layer is further divided into frames depending on the frame size of NIC. And the main functions of the data layer are framing, physical addressing, error control, flow control, access control. The main devices dealing with data link layer are switch and bridge. Next is network layer. Network layer is used for transmission of data from one host to other hosts located in a different network. And it's used for routing, logical address. The segment in network layer is known as packets. What is the device used in the network layer? Gateways. Gateways are used in network layer. Next is transport layer. Already we discussed the transport layer. It's the heart of OSI layer. It's used for end-to-end delivery of the complete message. So, we note the end-to-end delivery. End-to-end delivery ku vendi use cheyyunnathu transport layer aanu. But not to node delivery ku use cheyyunnathu data link layer aanu. അതുപോലെ ഫ്രെയിം ആണോ, ബിറ്റ് ആണോ, പാക്കറ്റ് ആണോ, ഇത് ഏതാണെന്ന് നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്രയും ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ട്രാൻസ്പോർട്ടേഷൻ ലെയറിലാണ് എൻഡ് ടു എൻഡ് ഡെലിവറി വരുന്നത്. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ലെയർ ഈസ് റിലേറ്റഡ് ടു സെഗ്മെന്റേഷൻ ആൻഡ് റീഅസംബ്ലി, എറർ ആൻഡ് ഫ്ലോ കൺട്രോൾ, സർവീസ് പോയിന്റ് അഡ്രസ്സിംഗ്. There are two types of connections related to transport layer, that is connection oriented and connectionless, that is TCP and UDP respectively. TCP and UDP നെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെഷൻ ലെയർ. അപ്പോൾ നമ്മൾ ഹാർട്ട് ഓഫ് ദ OSI ലെയർ കഴിഞ്ഞു, സോഫ്റ്റ്വെയർ ലെയർ കഴിഞ്ഞു, ഇനി ഹാർഡ്വെയർ ലെയറിലേക്കാണ് പോകുന്നത്. സോ സെഷൻ ലെയർ. It's used for the establishment of connection, maintenance of sessions, authentication and also ensure security. Session establishment, maintenance and termination. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്. ഓൾസോ synchronization and dialog controller.
അപ്പോൾ ഇത് രണ്ടും synchronization dialog controller ഏതാണ്? ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. And the answer is session layer. Next is presentation layer. Presentation layer mainly responsible for translation, encryption and decryption, compression. ഈ ട്രാൻസ്ലേഷന്റെ പ്രോപ്പർട്ടി കാരണം ഇതിനെ പറയുന്ന വേറൊരു നെയിമാണ് ട്രാൻസ്ലേഷൻ ലെയർ. So application layer, we find the application layer which is implemented by the network applications. Example like application like browsers, Skype messengers, etc. Application layer is also called desktop layer. Network virtual terminal, file transfer access and management, mail services, directory services, that is FTP, HTTP are examples or are dealing with application layer. Okay. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആപ്ലിക്കേഷൻ ലെയർ എന്തിനാണ്? ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ ദ ക്ലയന്റ് ആൻഡ് സിങ്ക്രണൈസ് കമ്മ്യൂണിക്കേഷൻ. അവിടെ വരുന്ന മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് മെസ്സേജ് തന്നെയായിരിക്കും. ദെൻ ദ പ്രസന്റേഷൻ ലെയർ, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? ഡാറ്റ ഫ്രം ആപ്ലിക്കേഷൻ ലെയർ ഇസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ആസ് റിക്വയർഡ് ഫോർമാറ്റ് ഫോർ ദ ട്രാൻസ്മിഷൻ. മെസ്സേജ് ഫോർമാറ്റിൽ തന്നെയായിരിക്കും. Then session layer, establish connection, maintenance, authentication and ensure security. Format എന്ന് പറയുന്നതും മെസ്സേജിന്റെ ഫോർമാറ്റ്, മെസ്സേജ് കറക്റ്റ് മെസ്സേജ് തന്നെയായിരിക്കും അതിന്റെ ഫോർമാറ്റ്. മെയിൻലി ഡിവൈസ് എന്ന് പറയുന്നത് ഗേറ്റ്വേസ് ആണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ലെയർ, ട്രാൻസ്പോർട്ടേഷൻ ലെയറിന്റെ വേറൊരു പേര് പറഞ്ഞു ഹാർട്ട് ഓഫ് OSI ലെയർ ആണ്. അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടേക്ക് സർവീസ് ഫ്രം നെറ്റ്വർക്ക് ലെയർ ആൻഡ് പ്രൊവൈഡ് ഇറ്റ് ടു ദ ആപ്ലിക്കേഷൻ ലെയർ. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സെഗ്മെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഫയർവാൾസ് ആണ് അതിൽ വരുന്ന ഡിവൈസസ്. നെറ്റ്വർക്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഫ്രം വൺ ഹോസ്റ്റ് ടു അതർ ഹോസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ എ ഡിഫറെന്റ് നെറ്റ്വർക്ക്. അതിന്റെ ഡാറ്റ ഫോർമാറ്റ് എന്ന് പറയുന്നത് പാക്കറ്റ് ആയിരിക്കും. റൗട്ടേഴ്സ് ആണ് അതിൽ വരുന്ന ഡിവൈസ്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയർ ഓൾറെഡി നമ്മൾ പറഞ്ഞു നോട്ട് ടു നോട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്. ഫ്രെയിംസ് ആയിട്ടായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുക. സ്വിച്ചസ്, ബ്രിഡ്ജസ് ഒക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ യൂസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷിംഗ് ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഡിവൈസസ്. അത് ബിറ്റ് ഫോർമാറ്റിലായിരിക്കും. ഹബ്ബ്, റിപ്പീറ്റർ, മോഡം ആൻഡ് കേബിൾസ്. സോ ഈ ടേബിൾ എന്തായാലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ ഒരു 1 or 2 മാർക്സ് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും ഏതൊരു എക്സാമിനാണെങ്കിലും. സോ നെക്സ്റ്റ് പ്രോട്ടോകോൾസ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്. അപ്പോൾ നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രോട്ടോകോൾ തന്നിട്ടും അത് ഏത് ലെയറിലാണ് ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ. സോ ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോക്കൺ റിംഗ്, എത്തർനെറ്റ്, ഇതെല്ലാം ഏത് ലെയറിലാണ് വരുന്നത്? ദ ആൻസർ ഈസ് വെരി ക്ലിയർ, ഫിസിക്കൽ ലെയർ. അതുപോലെ തന്നെ TCP UDP അത് ട്രാൻസ്പോർട്ടേഷൻ ലെയറിലാണ്. FTP അത് ഏത് ലെയറിലാണ്? ആപ്ലിക്കേഷൻ ലെയറിലാണ്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടേബിൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ടേബിൾ നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ലെയേഴ്സ്, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതിൽ ഡാറ്റ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ, അതായത് ബിറ്റ് ആണോ, ഫ്രെയിം ആണോ, സെഗ്മെന്റ് ആണോ, പാക്കറ്റ് ആണോ, ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ ഇരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഡിവൈസസ്, ഹബ്ബ്, റൗട്ടർ, അതുപോലെ തന്നെ ഗേറ്റ് വേ, ഇതൊക്കെ ഏത് ലെയേഴ്സിലാണ് വരുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ 2 ടേബിൾസ് മാത്രം പഠിച്ചാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും OSI മോഡൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So thank you. Please keep watching Learnino for more videos. Thank you so much.